എടുത്തില്ല. ഇങ്ങനെ ഒരുത്തൻ തലയ്ക്ക് വട്ടി പിടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടെ നിർത്തിയാലോ എന്ന് ആലോചിക്കും. നീ ടെൻഷൻ ആവല്ലേ? നീ സമാധാനത്തിൽ പറ, എന്താ പ്രശ്നം? എടി, ഇന്ന് തന്നെ കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചേ. അതും എൻ്റെ നിർബന്ധത്തിന്. തികച്ചൊരു അരമണിക്കൂർ അവനോട് സംസാരിച്ചില്ല. ഫുൾ ടൈം ഫോണിൽ, ഒന്നെങ്കിൽ ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരെങ്കിലും. എന്നോട് സംസാരിക്കാൻ മാത്രമേ അവന് കുഴപ്പമുള്ളൂ. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് മണിക്കൂറുകൾ സംസാരിക്കുന്നതിന് അവന് യാതൊരുവിധ പ്രശ്നവുമില്ല. നിനക്കൊന്ന് സംസാരിച്ച് നോക്കിക്കൂടെ? ഇത് എത്ര വട്ടം പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാ. പല തവണയാകുമ്പോൾ തലയ്ക്ക് ഭ്രാന്താവത്തില്ലേ? ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, മിസ്ഡ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കത്തില്ല, മെസ്സേജ് അയച്ചാൽ സീനാക്കും റിപ്ലൈ ചെയ്യത്തില്ല. ഇത്രയും അവോയ്ഡ് ചെയ്യുന്നൊരു പേഴ്സണിനോട് ഞാൻ എങ്ങനെയാ? നിനക്കെൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ കൊല്ലും. ഇതൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാ ഒരു 6 മാസത്തെ കോഴ്സിന് കൊണ്ടുപോയി ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത്. പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്നോർത്ത്. ഇതിപ്പോൾ 1.5 വർഷമായി. ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യും, നീ എത്രയും പെട്ടെന്ന് നേരിട്ട് സംസാരിക്കേ. ഇപ്പം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിച്ച് പിരിയത്തേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോൾ എത്ര നാളാ ഇങ്ങനെ പോവാ? നിനക്കൊരു ലൈഫില്ലേ? എടി, നാളെ അവനായിട്ട് സംസാരിക്കാം. പക്ഷെ നീ കൂടി വരാമോ? അതെടി, ഞാനെങ്ങനെ ഇപ്പം നിങ്ങളുടെ ഇടയിൽ? അങ്ങനെ നീ ചിന്തിക്കണ്ട. ഒരാളെ ഞങ്ങളുടെ ഇടയ്ക്ക് വേണം, ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. പ്ലീസ്. അല്ല, രാവിലൊന്നും പറഞ്ഞില്ല. പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ കാരണം ഇവളും കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങി ആദ്യ നാളിലൊക്കെ നന്നായിട്ട് എന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവൾ തന്നെയാണ് അവളെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത്. എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അവൾക്ക് വലിയ പ്രശ്നം തന്നെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി ഞാൻ അവളെ പറഞ്ഞ് കോഴ്സ് ചെയ്യുന്നത് ചേർന്നത്. ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുന്നതിന് പരിധിയില്ല, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാം. സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നമുണ്ട്, അതിൻ്റെ പേരിൽ കുറേ ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. ഫിനാൻഷ്യലി സെറ്റിൽ ആവണമെന്ന് പറയുന്ന അവളെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പല ജോലി എടുക്കുന്നുണ്ട്. ആ ഓട്ടത്തിനിടയിൽ എനിക്ക് അവൾ പറയുന്ന പോലെ അവൾക്ക് അവൈലബിൾ ആവാൻ പറ്റിയില്ല, ശരിയാണ്. ആ നെട്ടോട്ടത്തിനിടയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ മിണ്ടാറുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ആശ്വാസവാക്കാം. പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്നത് കുത്തുവാക്കും പരാതിയും മാത്രമാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അവൾ സമ്മതിക്കാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കണ്ടില്ലേ, ഇതവൻ്റെ സ്വഭാവം. ഇതിപ്പോൾ ഞാൻ സംസാരിക്കാൻ ചിട്ടാ. എനിക്ക് വയ്യ ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ. രാജു, കണ്ടില്ലേ, എപ്പോഴും ഇതാ നടക്കുന്നത്. രാവിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടാൻ ഞാൻ ആളല്ല. എനിക്ക് നിങ്ങളെ അവകാശം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ രണ്ടുപേരും അറിയാമെന്നുള്ളത് വെച്ചിട്ട് പറയാം, നിങ്ങൾ രണ്ടുപേരും ഒന്നിരുന്ന് സംസാരിക്കുക. കാരണം എനിക്ക് അവളുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പം അത് ശരിയാണെന്ന് തോന്നുന്നു, ഇപ്പം തൻ്റെ ഭാഗം കേൾക്കുമ്പോൾ ഇതാ ശരിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ എന്തായാലും അവളുടെ അടുത്ത് സംസാരിക്കാം. പക്ഷെ താനൊന്ന് ശ്രമിക്കാം. ഞാൻ എങ്കിൽ ഇറങ്ങട്ടെ.
28 വയസ്സായിട്ടും സ്ഥിര വരുമാനം ഇല്ലാത്ത എൻ്റെ അവസ്ഥ പറയുമ്പോൾ നിനക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഞാൻ വെറും ഒരു പരിഹാസ കഥാപാത്രം മാത്രമാണ്. ഒരിക്കലും നിന്നെ ഞാൻ കുറ്റം പറയില്ല. കാരണം നീ ആഗ്രഹിക്കുമ്പോൾ ഒരു പാർട്ട്ണർ ആവാൻ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് പറ്റും. അതിനെനിക്കിപ്പോൾ വേണ്ടത് കുറച്ച് സമയമാണ്. അതിന് നിനക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് സോറി, നമുക്കിതൊന്നും കൂടെ വർക്കൗട്ട് ആവും നോക്കാം. എനിക്ക് നീരൊന്നും പറ്റത്തില്ല.